പ്ലാന്റ് സെല്ലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ആദ്യമായിട്ട് തന്നെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്ലാന്റ്സ് വാങ്ങി നോക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം എനിക്കൊരു പാഴ്സൽ ഇതുപോലെ ഞാൻ വാങ്ങി, ഒരു പ്ലാന്റ് വാങ്ങി. അപ്പം അവൻ ഷേക്കൻ്റെ ഒക്കെ തന്നിട്ടാണ് പോകുന്നത്. DTDC ഓഫീസിലെ ശ്രീയാണ്. അപ്പോൾ അത് സസ്പെൻസിലിരിക്കട്ടെ, ഞാൻ അവസാനം പറയാം അതിൻ്റെ റീസൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാഴ്സൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ മൺഡേ ഓർഡർ കൊടുത്തു, പേയ്മെൻറ്റൊക്കെ ചെയ്തു. അപ്പോൾ അവർ സെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രാക്കിംഗ് കോഡ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ പ്ലാന്റ് സെൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയിൽ ആദ്യം പ്ലാന്റ് നമ്മൾ വാങ്ങി നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ നമുക്ക് പ്രാക്ടിക്കലി അതെങ്ങനെയാണ് പാക്ക് ചെയ്തതെന്ന്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ എവിടെ ഇത് കണ്ടിട്ടാണ് വാങ്ങിയത്. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സൈഡ്, അതായത് നിങ്ങൾക്കൊരു പ്ലാന്റ് സെല്ല് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽ പോസ്റ്റ് നിങ്ങൾ എവിടെ ഇടണം, അതായത് നിങ്ങളിപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങിയല്ലോ, അപ്പോൾ അത് എവിടെ നിന്ന് നിങ്ങൾ കണ്ടിട്ടാണ് ആ പ്ലാന്റ് അങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയണോടുകൂടി ഒരു പ്ലാന്റ് മറ്റൊരാൾക്ക് സെല്ല് ചെയ്യാനും നിങ്ങൾ പഠിക്കും എന്നുള്ളതാണ്. നമ്മൾ മിക്ക കോഴ്സുകളും ചെയ്യുമ്പോൾ അതിനൊക്കെ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമുക്കിതിന് എവിടെയും ഒരു ട്യൂട്ടോറിയൽ, എവിടെയും ഈ പ്ലാൻ സെല്ലിങ് ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണതൊന്നും എനിക്കറിവില്ല. നമ്മൾ യൂട്യൂബുകളിൽ നിന്ന് ഇത് കണ്ട് മനസ്സിലാക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് നോക്കാം അവരുടെ പാക്കിങ് എത്ര പക്കയാണ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്തതെന്ന് നോക്കിയോളൂ. ഇത് അടിഭാഗം, മറ്റേത് മീതഭാഗമാണ്. അപ്പോൾ അടിഭാഗം ഒരെണ്ണത്തിൻ്റെ താഴേക്കും ഒരെണ്ണം മറ്റേ സൈഡിലേക്കും വെച്ചിട്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്, കണ്ട. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഭാഗത്തേക്ക് ഭാരം വന്നാൽ മറ്റേ ഭാഗത്തേക്ക് അത് ചെടി ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ടാണ്. 3 വർഷമായിട്ട് ഞാൻ പാക്ക് ചെയ്ത് പ്ലാന്റ്സ് അയക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ നല്ല സെല്ലേഴ്സിൻ്റെ സെയിൽ പോസ്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ അവരോട് വാങ്ങാറുണ്ട് പ്ലാന്റ്സ്. മാത്രമല്ല അവരുടെ ബൈസെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം പ്ലാന്റ്സ് അവരുടെ കയ്യിൽ നിന്ന് വരുത്തി നോക്കും. ഒപ്പം തന്നെ അവരുടെ പാക്കിങ്ങും പഠിക്കാനും കൂടിയായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വരുത്തിയിട്ടുള്ളത് ട്രംപറ്റ് വൈൻ ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ്, ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ക്രീപ്പറാണ്. അപ്പോൾ അത് ഞങ്ങൾ ഈ അടുത്ത് ട്രിവാൻഡ്രം പോയപ്പോൾ അവിടെ ഒരുപാട് സ്ഥലത്ത് വളരെ ഭംഗിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കിഡ്സ് ഗാർഡൻ്റെ ഒരു സെയിൽ പോസ്റ്റ് കണ്ടു. അത് കണ്ടത് ഫേസ്ബുക്കിൻ്റെ ഗ്രൂപ്പുകളുണ്ടാവും, ചെടികളുടെ മറ്റു ഗ്രൂപ്പുകളുണ്ടാവും. അതിലൊരു ഗ്രൂപ്പിൽ ആണ് നമ്മൾ സെയിൽ പോസ്റ്റ് കണ്ടത്. അപ്പം നിങ്ങൾ സെയിൽ പോസ്റ്റ് കണ്ടു, ഓപ്പൺ ചെയ്തപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് കണ്ടു. അപ്പോൾ എനിക്ക് ശരിക്കും അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. നിങ്ങൾക്കും നോക്കിയാൽ അറിയാം, സെയിൽ പോസ്റ്റിൽ കണ്ട സെയിം സൈസ് അല്ല എന്ന് തോന്നി. അപ്പം നമ്മൾ ഗസ് ചെയ്തതിലുള്ള കുഴപ്പമാണോ, നമ്മൾക്ക് വാങ്ങിയിട്ട് ഒരു പരിചയം വേണം. നമ്മൾ ഒരു പ്ലാന്റിൻ്റെ പിക്ക് കാണുമ്പോൾ അത് എത്രയ്ക്കും സൈസ് വരും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ആ ഐഡിയയ്ക്ക് കുഴപ്പം വന്നാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ സെക്കൻഡ് പ്ലാന്റും ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് സെയിം നമ്മുടെ സെയിൽ പോസ്റ്റിൽ കണ്ട സെയിം സൈസിലുള്ളത് തന്നെയാണ്. മാത്രമല്ല ഞാൻ ചോദിച്ചതിന് വേഗം തന്നെ മറുപടി പറഞ്ഞു, രണ്ടും ഈക്വലി ഗുഡാണ്, രണ്ടും നിങ്ങൾക്ക് പിടിച്ച് കിട്ടും. മാത്രമല്ല ഞാൻ നോക്കിയപ്പോഴും നല്ല ഹെൽത്തിയാണ്, നല്ല റൂട്ടഡ് ആണ്. വലിയ സെല്ലേഴ്സ് ആവുമ്പോൾ നമ്മൾക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം എന്തുകൊണ്ടാണ് അവർ കൂടുതൽ ചെടികൾ വിൽക്കാൻ അവർക്ക് സാധിക്കുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് അവർ നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അവർ നല്ല തിരക്കുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിയിട്ടുള്ള നല്ല തിരക്കുള്ള സെല്ലേഴ്സാണ്, നഴ്സറി ഓണേഴ്സാണ്. പക്ഷേ അവർ പേയ്മെൻറ്റ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവർ പ്ലാന്റ് സെൻഡ് ചെയ്തതിന് ശേഷം ട്രാക്കിംഗ് കോഡ് നമുക്ക് അയച്ചു തന്നു. അപ്പോൾ അവരുടെ എല്ലാ ഡീലിങ്സും നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രംപറ്റ് വൈന് ഓപ്പൺ ചെയ്ത് പുറത്തെടുത്തു. അപ്പോൾ ആ കവറോട് കൂടി തന്നെ ഒരു കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം പിന്നെ അത് ഇപ്രാവശ്യം ഞാൻ അത് പോട്ടിലാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്യുന്നത്. കാരണം
വളരെയധികം ചൂട് കൂടിയ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നട്ടുവെച്ചാൽ അത് ഉണങ്ങാനുള്ള സാധ്യതയുണ്ട്. പോട്ടിൽ വെച്ചിട്ട് നല്ല തണലുള്ള ഏരിയയിൽ വെച്ച് ഡെയിലി നനച്ച് അത്യാവശ്യം നമ്മുടെ ചൂട് ക്ലൈമറ്റ് ഒന്ന് അഡ്ജസ്റ്റഡ് ആവുമ്പോൾ മാത്രം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മാറ്റി നടാനാണ് വിചാരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്ലാന്റ് വാങ്ങാവുന്നതാണ്. 120 രൂപയാണ് ഒരു ചെടിക്ക് വില. അപ്പം ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കുകയാണ്. അപ്പം അത് എൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ചാണ്. ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ 60 വയസ്സായവരുടെ അതല്ലേ പറയാം. അപ്പോൾ അതാണ് ഇപ്പോൾ. അപ്പം അതിൻ്റെ ഒരു കൺഗ്രാജുലേഷനാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ എനിക്ക് ഷേക്ക് ഹാൻഡൊക്കെ തന്നു പോയത്. നമ്മുടെ പ്ലാൻ സെല്ലിങ്ങിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്ന എല്ലാ സഹകരണത്തിനും സഹായങ്ങൾക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.